പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ 2024-25 ഗുണഭോക്തൃ സംഗമവും പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽദാന സമർപ്പണവും റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ 2024-25 വർഷം അനുവദിച്ച വീടുകളുടെ ഗുണഭോക്തൃ സംഗമത്തിൽ വെച്ചാണ് പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽ കൈമാറിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ റാന്നി MLA പ്രബോധ് നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. PMAYG പദ്ധതിയിൽ ജില്ലയിൽ ആദ്യമായി പൂർത്തീകരിച്ച വീടിൻ്റെ താക്കോൽ സമർപ്പണം റാന്നി ബ്ലോക്കിൽപ്പെട്ട വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിലെ സിബി നെടുന്താനത്തിന് റാന്നി MLA പ്രമോദ് നാരായണൻ താക്കോൽ കൈമാറി. നമ്മുടെ കേരളം പരമാവധി വീടുകൾ ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ സ്വപ്നമല്ല, അവകാശം കൂടിയാണ്. അത് സഫലമാക്കാനുള്ള വലിയ ശ്രമമാണ് എല്ലാവരും ചേർന്ന് നടത്തുന്നത്. ഇപ്പോൾ റാന്നി പഞ്ചായത്ത് 137 ഗുണഭോക്താക്കളിൽ 130 പേരുടെയും എഗ്രിമെന്റ് പൂർത്തീകരിച്ചു. ഇപ്പോൾ വീടിന്റെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കുകയാണ്. പഴവങ്ങാടിയിൽ 120 ആണ്. അതിൽ 80 പേരുടെ എഗ്രിമെന്റ് നടപടികൾ പൂർത്തീകരിച്ചു. രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഉള്ളത്. അവരെ രണ്ടുപേരെയും ഞാൻ അക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. മറ്റേത് പദ്ധതിയേക്കാളും വലിയ പ്രാധാന്യം ഭവന നിർമ്മാണ പദ്ധതികൾക്ക് നൽകാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് മാതൃകാപരമാണ്. പലപ്പോഴും ഒരുപാട് സന്നദ്ധ സംഘടനകളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് നമ്മൾ പലർക്കും വീട് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ തരത്തിൽ നമുക്ക് ഒരുപാട് ശ്രമങ്ങൾ ഇനിയും നടത്തേണ്ടതുണ്ട്. നമ്മുടെ പദ്ധതിയിൽ ലഭിക്കുന്ന വീടുകൾ കൃത്യമായ മാർഗനിർദ്ദേശം അനുസരിച്ച് പൂർത്തീകരിക്കാനാവട്ടെ. ഒപ്പം ഉദ്യോഗസ്ഥർ ഇവിടെ വരുന്ന ഏറ്റവും പാവങ്ങളാണല്ലോ നമ്മുടെ ഓഫീസിൽ വരുന്നത്. അവർക്ക് ചിലപ്പോൾ കാര്യങ്ങൾ അറിയണം എന്നില്ല. അവർക്കത് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാനും അവരെ പിന്തുണയ്ക്കാനും നിയമം വിട്ടു ചെയ്യണം ഞാൻ പറയുന്നില്ല. പക്ഷെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അലിവോട് കൂടി പാവങ്ങളായ മനുഷ്യരെ സഹായിക്കാനും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ബ്ലോക്കിലും പഞ്ചായത്തിലൊക്കെ വരുന്നത് ഏറ്റവും പാവങ്ങളാണ്, തൊഴിലാളികളാണ്, ഉയർത്തൊലിച്ചു വരുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്. ഏറ്റവും പാവങ്ങൾ വരുന്ന ഓഫീസാണ് നമ്മുടെ. ഓഫീസിൽ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ആവർത്തിച്ച ആളുകൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്ഷമ പോയെന്നിരിക്കാം. ഒരേ കാര്യം തന്നെ എല്ലാവരും പറയേണ്ടി വരുന്നല്ലോ. പക്ഷെ വരുന്ന ആളുകൾ അവർക്ക് ചിലപ്പോൾ അത്രയും വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല, ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും. അത് പരമാവധി അവരെ ജനകീയമായി പിന്തുണയ്ക്കാനും അവരോട് കരുണയോടെ പെരുമാറാനും അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ അക്കാര്യത്തിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജ PS, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലതാ മോഹൻ, TK ജെയിംസ്, KR പ്രകാശ്, ബഷീർ A, റൂബി കോശി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീഷ് K പണിക്കർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജെസി അലക്സ്, കോമളം അനിരുദ്ധൻ, നയന സാബു, അഡ്വക്കേറ്റ് തോമസ് T മാത്യു എന്നിവർ പങ്കെടുത്തു. 2024-25 റൂറൽ ഹൗസിംഗ് ജോയിന്റ് BDO അംബിരാജ് പത്മനാഭൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് 203 വീടുകളും പൊതുവിഭാഗത്തിൽ 1203 വീടുകളും ഉൾപ്പെടെ 1446 വീടുകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ 2024-25 വർഷം അനുവദിച്ചിരിക്കുന്നത്. സിറ്റി ന്യൂസ് ബ്യൂറോ, റാന്നി.